അപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ ഇടപാടുകളെല്ലാം നടന്നിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ട്വിസ്റ്റ്. തിരുവനന്തപുരത്ത് വെച്ച് കൊണ്ട് നടത്തിയപ്പോൾ തിരുവനന്തപുരത്തുള്ള ആരാണ് ഇതിൻ്റെ കിങ് പിൻ, മാസ്റ്റർ ബ്രെയിൻ ആരുടേതാണ്? ഇനി ഡി മണിക്ക് തിരുവനന്തപുരത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ? മുഖ്യമന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വ്യക്തിപരമായി അടുപ്പമുണ്ടോ? SITക്ക് 5 സ്റ്റേറ്റിൽ പോയി പരിശോധിക്കുന്നതിന് പോലും പരിമിതിയുണ്ട്. ഇപ്പോൾ CBI ആയിരുന്നെങ്കിൽ ഈ ഡി മണിയെ വേറൊരു തരത്തിൽ കുരുക്കാൻ പറ്റുമായിരുന്നു. സ്വർണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടും ഇറിഡിയവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമായതുകൊണ്ട് ലോകത്തിലെ 6-7 രാജ്യങ്ങൾ ഇത്തരം കാര്യങ്ങളെ വലിയ വില കൊടുത്ത് വാങ്ങുന്നവരായതുകൊണ്ടും ഇൻ്റർപോളിൻ്റെ സഹായമില്ലാതെ ഇത് പോകാൻ പറ്റില്ല. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള SITയുടെ അന്വേഷണം ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നവർ ആരൊക്കെയാണ്? ഈ കൊള്ള നടത്തിയതിലുള്ള കിങ് പിൻ അല്ലെങ്കിൽ തലതൊട്ടപ്പൻ ആരാണ്? നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ സ്പിരിച്വൽ തോട്ട്സിൻ്റെ ചെയർമാനും സാമൂഹിക നിരീക്ഷകൻ കൂടിയായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്. നിലവിലുള്ള അന്വേഷണത്തിൻ്റെ സാധ്യതയും പരിമിതിയുണ്ട്. സാധ്യത എന്ന് പറയുന്നത് കേരള ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിൻ്റെ വളരെ പ്രധാനപ്പെട്ട 2 ജസ്റ്റിസുമാരാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. ദാറ്റ്സ് ആൻ അഡ്വാൻറ്റേജ്. കാരണം അവർ 4 ആഴ്ച സമയം കൊടുത്തു, 6 ആഴ്ച സമയം കൊടുത്തു, വീണ്ടും ഒരു 6 ആഴ്ച സമയം കൊടുത്തു. വളരെ കൃത്യമായി അവർ അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ പറയേണ്ടത് പറയുന്നു. വളരെ കൃത്യമാണ് ആ മോണിറ്ററിങ്. അത് ഓക്കെയാണ്, അതിനകത്ത് നമുക്ക് എതിർപ്പില്ല. പക്ഷേ ഹൈക്കോടതിയുടെ വച്ച SIT കൊണ്ട് മാത്രം ഈ വിഷയം തീരില്ല എന്ന് തുടക്കം മുതൽ ഞാൻ ഒരുപാട് ചാനലുകളിൽ, സാറ്റലൈറ്റ് ചാനലുകളിൽ, പിന്നെ യൂട്യൂബ് ചാനലുകളിൽ, ഡിജിറ്റൽ ചാനലുകളിലെല്ലാം ഞാൻ പറഞ്ഞതാണ്. ഇത് ഒരു സ്വർണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടും ഇറിഡിയവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഇത് രണ്ടും, ഇറിഡിയം സ്വർണ്ണത്തേക്കാൾ വില കിട്ടുന്ന ലോഹമാണ്, അതിൻ്റെ അമൂല്യമാണ് അതിൻ്റെ വില. ഇത് രണ്ടുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടും ലോകത്തിലെ 6-7 രാജ്യങ്ങൾ ഇത്തരം കാര്യങ്ങളെ വലിയ വില കൊടുത്ത് വാങ്ങുന്നവരായതുകൊണ്ട്, പ്രത്യേകിച്ച് ഇറ്റലി, ഈജിപ്റ്റ് അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് വലിയ വിലയാണ്. കോടാനുകോടി രൂപ വില കിട്ടും. ഇവിടെ 1 ലക്ഷം രൂപയാണ് 1 പവൻ്റെ സ്വർണ്ണമെങ്കിൽ അയ്യപ്പൻ്റെ സ്വർണ്ണത്തിന് 1 കോടി രൂപ വരെയും കിട്ടാം. പിന്നെ മൂല്യം പഴകുന്നതിനനുസരിച്ച് മൂല്യത്തിൻ്റെ വില കൂടും. അതാണ് ഈ മോൺസൺ മാവുങ്കലൊക്കെ പഴമയ്ക്കനുസരിച്ചാണ് വില. അപ്പോൾ പഴകിയതിനാണ് വില. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അന്താരാഷ്ട്ര തലത്തിലുള്ള വ്യക്തികളോ സ്ഥാപനങ്ങളോ രാജ്യങ്ങളോ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇൻ്റർപോളിൻ്റെ സഹായമില്ലാതെ ഇത് പോകാൻ പറ്റില്ല. ഇതായിരുന്നു ആദ്യം എടുത്ത സ്റ്റാൻഡ്. ഇപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഇനി നമുക്ക് വിഷയത്തിൽ താഴേക്ക് വരാം. ഇവിടെ ഡി മണി എന്ന് പറഞ്ഞ ഒരാളിനെ കണ്ടുപിടിച്ചു. ദാവൂദ് മണിയെന്നും ഡയമണ്ട് മണിയെന്നും അദ്ദേഹത്തിൻ്റെ പേര് സുബ്രഹ്മണ്യം മണിയാണെന്ന് പല പേരുകൾ വന്നു. ആദ്യം അദ്ദേഹം നിഷേധിച്ച ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ തന്നെ അറിയാം അദ്ദേഹം ആണ് കള്ളൻ എന്നുള്ള കാര്യം. TV കാണുന്നവർക്ക് മനസ്സിലാവും, ചാനൽ കാണും. കാരണം വളരെ നിഷ്കാമനായിട്ടാണ് പുള്ളി പറയുന്നത്. അങ്ങനെ പറയാൻ ഇല്ല. പക്ഷേ 4 ഫോണുണ്ട്, 4 ഫോണും വേറെ ആളുകളുടെ പേരിലാണ്. ഇദ്ദേഹം വെറും ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അവിടെ നിന്ന് ഇദ്ദേഹം പത്രപ്രവർത്തകനാകുന്നു, റിപ്പോർട്ടറാകുന്നു, പിന്നെ ജയലളിതയുമായി വലിയ ബന്ധമാകുന്നു, ആൻറ്റി കിഡ്സിൻ്റെ കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വിവരങ്ങൾ പുള്ളിയെക്കുറിച്ച് കിട്ടി. ഇത് ഈ ശബരിമല വിഷയത്തെ ഇങ്ങനെ ഒരു ടേൺ വന്നതിൽ ഇനി ഒരു ടേൺ നിൽക്കുന്നേ ഉള്ളൂ. കടമ്പള്ളി സുരേന്ദ്രൻ അവിടെ നിൽപ്പുണ്ട്, വാസവനുണ്ട്, പ്രശാന്തുണ്ട്, പിന്നെ മറ്റേ PS പ്രശാന്തുണ്ട്, കുറേ ആളുകളുണ്ട്. ഇനി പിന്നെ ജയറാമിൻ്റെ സംഘമുണ്ട്. കുറേ ആളുകളെ ചോദ്യം ചെയ്യാനും പിടിക്കാനും ഒക്കെ ഉണ്ട്, അല്ലെ പറയാനുണ്ട്. അപ്പോഴാണ് ഈ ഒരു വ്യവസായി വന്ന് രമേശ് ചെന്നിത്തലയുടെ രൂപത്തിൽ വന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു, വ്യവസായി പേര് കൊടുത്തു, നമ്പർ കൊടുത്തു. അപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ ഇടപാടുകളെല്ലാം നടന്നിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ട്വിസ്റ്റ്. പത്മകുമാറിൻ്റെ സ്ഥലം പത്തനംതിട്ടയാണ്. ഒന്നുകിൽ ശബരിമല വെച്ച് നടക്കണം, അവിടെ പിന്നെ ക്യാമറയും മറ്റ് സംവിധാനവും സ്റ്റാഫൊക്കെ ഉള്ളതുകൊണ്ട് പത്തനംതിട്ട വെച്ച് നടക്കാം, അല്ലെങ്കിൽ ആറന്മുള വെച്ച് നടത്താം. തിരുവനന്തപുരത്ത് വെച്ച് കൊണ്ട് നടത്തിയപ്പോൾ തിരുവനന്തപുരത്തുള്ള ആരാണ് ഇതിൻ്റെ കിങ് പിൻ, മാസ്റ്റർ ബ്രെയിൻ ആരുടേതാണ്? അപ്പോൾ തിരുവനന്തപുരത്ത് വച്ചിട്ടാണ് നടന്നതെങ്കിൽ ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മണി ഇപ്പോൾ ഇന്നലെ നമുക്ക് കിട്ടുന്ന മെസ്സേജുകൾ അനുസരിച്ച് വാട്സപ്പ് വഴിയായാലും പല രൂപത്തിൽ കിട്ടുന്ന മെസ്സേജുകൾ വെച്ചിട്ട്, സോഷ്യൽ മീഡിയ വഴിയൊക്കെ കിട്ടുന്ന മെസ്സേജ് വെച്ചിട്ട് ഈ ഡി മണി എന്ന് പറയുന്ന ആൾ ഒറിജിനൽ ഇതിനകത്തൊരു കക്ഷി തന്നെയാണ്. അദ്ദേഹം സ്വർണം വാങ്ങിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ചാക്കിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ വ്യവസായിയുടെ മൊഴിയൊക്കെ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വ്യവസായി കൊടുത്ത കൂടുതൽ മൊഴികൾ വന്നുകൊണ്ടേയിരിക്കുന്നു.
ഇനി ഡി മണിക്ക് തിരുവനന്തപുരത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരുവനന്തപുരം അധികാര സർക്കിളുകളിലുള്ള ബന്ധമെന്ത്? അതാണ് ചോദ്യം. അല്ല സാധാരണ സർക്കിളിലുള്ള ബന്ധമല്ല. ഇതിനെ മറ്റൊരു തരത്തിൽ കൂടി കാണേണ്ടതുണ്ട്. ശബരിമല ക്ഷേത്രത്തിലെ ഈ അയ്യപ്പ സംഗമം നടത്തിയതാകട്ടെ, ഇപ്പോൾ സദ്യ കൊടുക്കുന്നതാകട്ടെ, ഇപ്പോൾ സദ്യ കൊടുക്കുന്നുണ്ടല്ലോ ആൾട്ടർനേറ്റീവ് ഡേയ്സ്, പിന്നെ പിണറായി വിജയൻ്റെ വീട്ടിൽ പിണറായി വിജയന് വേണ്ടി നടത്തിയ പൂജ നടത്തിയിട്ടുണ്ടെന്നാണ് ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. 3 ദിവസം ഒരു റിസോർട്ടിൽ പൂജ നടന്നു എന്നവർ. അദ്ദേഹത്തിന് ഇപ്പോൾ കണ്ടകത്തിൽ ശനിയാണെന്നും കാരണമില്ലാതെ തന്നെ ഹേതുവിൻ്റെ അപകാരമുള്ളതുകൊണ്ട് ഹേതുവില്ലാതെ തന്നെ കുഴപ്പം വരുമെന്നും ഒക്കെ ഉള്ള അതുകൊണ്ടാണ് അസുഖങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നതെന്നും ഫാമിലിക്ക് അപഖ്യാതി വന്നതെന്നും ഭാര്യയും മക്കളും എല്ലാവരും ഒക്കെ ഇതിനകത്തൊക്കെ പെട്ടിരിക്കണമെന്നുള്ള ഒരു പയ്യന്നൂരിലെ ജോത്സ്യൻ പറഞ്ഞു കൊടുത്തതെന്നും ഇതൊന്നും എൻ്റെ കണ്ടുപിടുത്തമല്ല, കരക്കമ്പികളാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ പൂജകൾ നടത്തണമെന്നും 3 ദിവസത്തെ അവിടുത്തെ റിസോർട്ടിൽ വച്ച് പൂജ നടന്നെന്നും ശബരിമല സദ്യ കൊടുക്കണമെന്നും ഒക്കെ പറയുന്ന ഒരു കഥ നടന്നു, സംഭവം ഉണ്ടായി. സദ്യ കൊടുത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. അത് ഈ വിശ്വാസികൾ സദ്യ വാങ്ങിച്ച് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഹിന്ദു ആചാരമനുസരിച്ച് അല്ലെങ്കിൽ വിശ്വാസമനുസരിച്ച് ഒരാളൊരു പാപം ചെയ്താൽ ആ പാപ പരിഹാരം ചെയ്യുന്നതിൻ്റെ പ്രസാദം ആരെങ്കിലും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി പാപം ഷെയർ ചെയ്ത് കിട്ടും. അപ്പോൾ ഈ സദ്യ കഴിക്കുന്നവരെല്ലാം പാവങ്ങളാണ്, അവർക്ക് പാപം ഷെയർ ചെയ്ത് കിട്ടും. ജയകുമാർ സാർ അടിയന്തരമായിട്ട് ഇത് ആലോചിക്കണം, സദ്യ കൊടുക്കുന്നതിനെക്കുറിച്ച്. ഇത് ദൈവമല്ല, പൂജാരി, അതായത് ജ്യോതിഷിയുടെയോ പ്രശ്നക്കാരൻ വെച്ചിട്ടുള്ള പോറ്റിയുടെയോ തന്ത്രിയുടെയോ നിർദ്ദേശപ്രകാരം പ്രശ്നവശാൽ വന്ന് കണ്ടുപിടിച്ചാണെങ്കിൽ ദയവായി ആ സദ്യ ഇനി കൊടുക്കരുത്. അത് പാപം ഷെയർ ചെയ്യപ്പെടും. പക്ഷേ അങ്ങനെ ചെയ്യാനും പറ്റുള്ളൂ, അതിൻ്റെ തിയറി അതാണ്, വേറെ മാർഗ്ഗമില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ആംഗിളിൽ നിന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വ്യക്തിപരമായി അടുപ്പമുണ്ടോ എന്ന് വിചാരിച്ചാൽ അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ വന്നെന്നോ കാശ് വാങ്ങിച്ചെന്നോ ഇതിൽ കൊള്ളയിൽ പങ്കെടുത്തെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയേണ്ട കാര്യമാണ്. അല്ല നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഈ റൂമിൽ നമുക്കത് പറയാൻ പറ്റത്തില്ല. പക്ഷേ മറ്റ് വ്യക്തികൾക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇത്രയും കാർക്കശ്യക്കാരനായ, ഇത്രയും ഭയങ്കരമായി വേറൊരു തരത്തിൽ ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഇപ്പോൾ ഉമ്മൻചാണ്ടി ആണെങ്കിൽ നമുക്ക് വീണ്ടും അങ്ങനെയല്ല, നയനാരാണെങ്കിലും നമുക്ക് പറയാം, അടുത്തൊക്കെ ഇപ്പോഴും ആളുകൾ വളരെയായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുമായി വലുതായിട്ട് മിങ്കിൾ ചെയ്യാത്ത പിണറായി വിജയൻ, ഒരുപാട് പേരെ അടുപ്പിക്കാത്ത പിണറായി വിജയന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, അങ്ങനെ ബന്ധം കൂടി അതേ ബന്ധം കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് പരിചയമുണ്ടെങ്കിൽ, കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കത്ത് കൊടുത്തിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനാണ്, ഇതുണ്ടോ? ഇനി ഇതേ ഉണ്ണികൃഷ്ണൻ തന്നെ ഡൽഹിയിൽ പോയി സോണിയാഗാന്ധിക്ക് നൂല് കെട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ സ്വർണ്ണം കെട്ടിക്കൊടുക്കുകയോ എന്തെങ്കിലും കയ്യിലെന്തോ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിയാണെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മൾ കണക്ട് ചെയ്യുന്നത് സോണിയാഗാന്ധിയെയോ പിണറായി വിജയനെ അല്ല, നമ്മൾ കണക്ട് ചെയ്യാൻ കടകംപള്ളിയല്ല. നമ്മുടെ കണക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഡി മണിയെപ്പോലുള്ള ഇത്രയും അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇത് വാങ്ങിക്കൊടുക്കുന്ന ആളുകൾക്ക് ധൈര്യപൂർവ്വം തിരുവനന്തപുരത്ത് വന്ന് ഇത് ചെയ്യാനുണ്ടായ ഒരു ബലം കിട്ടിയത് ഈ ഫോട്ടോയും ഈ സെൽഫിയും ഈ ബന്ധങ്ങളും ഈ ആംബുലൻസും ഒക്കെയാണ്. അവിടെ കേരള സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് ബ്യൂറോയോ വിജിലൻസോ ക്രൈം ബ്രാഞ്ചോ തിരക്കാതെ ഈ കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാക്ക്ഗ്രൗണ്ടൊന്നും തിരക്കാതെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ? തിരക്കണമല്ലോ. കാര്യം 1 സെക്കൻഡ് കൊണ്ട് അല്ലെ 5 മിനിറ്റ് കൊണ്ട് CM കിട്ടുന്നതല്ലേ വിവരം. എല്ലാ ദിവസവും രാവിലെ 10 മണിക്കും 11 മണിക്കും ഇടയ്ക്ക് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ എന്ത് കിട്ടും? കഴിഞ്ഞ 24 മണിക്കൂറിൽ സംസ്ഥാനത്ത് നടക്കുന്ന നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങളും കുഴപ്പങ്ങളും, ഈ തീപിടുത്തം, കൊള്ളക്കഥ എന്തെല്ലാം നടന്നിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങൾ ആർക്ക് കിട്ടും? ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ, ലാ ആൻഡ് ഓർഡറിൻ്റെ മന്ത്രി എന്നുള്ള നിലയിൽ കിട്ടും. അപ്പോൾ അതുണ്ട്. പിന്നെ ഈ ശബരിമല ശ്രീജിത്ത് IPS ശബരിമലയിലുണ്ട്, P. വിജയൻ IPS ശബരിമലയിലാണ്, ശബരിമലയിൽ അല്ലാതെ പോലീസ് സംവിധാനമുണ്ട്. അപ്പോൾ ഇവരാരിൽ നിന്നും ഒരു വിവരവും കിട്ടിയിട്ടില്ലയോ എങ്കിൽ അത് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണെന്ന് പറയേണ്ടി വരും. ഇനി കിട്ടിയിട്ടുണ്ടെങ്കിൽ, സത്യസന്ധമായിട്ടാണ് ഇദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തതെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും കുടുംബത്തിൻ്റെ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കുഴപ്പങ്ങൾ, ശനികാലമൊക്കെ മാറ്റാനുള്ള പൂജകളൊക്കെ നടത്തുന്നതിന് സഹായിച്ച ഒരു പോറ്റി എന്നുള്ള നിലയിൽ അടൂർ പ്രകാശുമായിട്ടുള്ള ബന്ധം, ആൻ്റണിയായിട്ടുള്ള ബന്ധം, ഇങ്ങനെ കുറേ കണക്ഷൻസ് ഉണ്ടല്ലോ ഈ നമ്മുടെ പോറ്റിക്ക്. അതെല്ലാം കൂടെ വച്ചുകൊണ്ടുള്ള അദ്ദേഹം പൊളിറ്റിക്കൽ ലീഡർമാരെ കണ്ട് ഇതൊക്കെ സഹായിക്കുന്ന ഒരാളാണ് എങ്കിൽ, പോസിറ്റീവായിട്ട് പറയാം, നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഇവരുമായിട്ടുള്ള ബന്ധം എന്തെന്നതും ഇവർ പറയേണ്ടതുണ്ട്. പിന്നെയാണ് തിരുവനന്തപുരത്ത് ഒരു ഉന്നതനാണ് ഈ പണം വാങ്ങിയിരിക്കുന്നതെന്നുള്ള മൊഴിയുണ്ട് വ്യവസായിയുടെ. ആരാണ് ഈ ഉന്നതൻ?
സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയാകാൻ ഒരു സാധ്യതയില്ല. നമ്മളില്ലാത്ത കാര്യം നമ്മൾ കണക്ട് ചെയ്യാൻ പാടില്ല. കാരണം മുഖ്യമന്ത്രി ഒരിക്കലും ഒരു ഹോട്ടലിൽ പോയി സ്റ്റേറ്റ് വണ്ടിയിൽ പോയി ഒരു പൈസയൊന്നും വാങ്ങിക്കാനുള്ള സാധ്യത ഒരു കാരണവശാലുമില്ല. കടകംപള്ളി സുരേന്ദ്രനും സാധ്യത കുറവാണ് മിനിസ്റ്റർ വണ്ടിയിൽ പോയി വാങ്ങാൻ. പിന്നെ ഉന്നതനാരാണ്? പാർട്ടികളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇവർക്ക് വേണ്ടിയിട്ട് ബിനാമി മീൻസ് ഇവർ പാർട്ടിക്കാർ ചുമതലപ്പെടുത്തിയ ആരെങ്കിലുമാണോ? അതിന് കടകംപള്ളി സുരേന്ദ്രൻ ചായ കുടിക്കാനെന്നുള്ള നിലയിലൊക്കെ അങ്ങനെ മന്ത്രിയുടെ വണ്ടി പോയി ഹോട്ടലിൽ പോയി ടീ കുടിച്ചുകൂടാൻ പെട്ടുവാണ്ട ഹോട്ടലിലൊക്കെ പോയി ചായ കുടിക്കാറുണ്ട്. അങ്ങനെ ആരെങ്കിലും ആണോ? മുഖ്യമന്ത്രി എന്തായാലും ആവാൻ സാധ്യതയില്ല. അപ്പോൾ പിന്നെ ആരാണ് ഈ ഉന്നതൻ? ഭരണത്തിലുള്ള ആളാണോ, മന്ത്രി പോലുള്ള ആളാണോ, രാഷ്ട്രീയ നേതാവാണോ, അതോ ഏതെങ്കിലും ഉന്നതനായ വ്യവസായിയാണോ ഇവർക്ക് വേണ്ടി വാങ്ങി കൊടുക്കുന്നത്? ഇതാരാണിത് കൊടുത്തത്? പൈസ കൊടുത്ത് വാങ്ങിയത് ഈ വിഗ്രഹത്തിന് പൈസ, ആ വിഗ്രഹത്തിൻ്റെ പേരിലുള്ള പൈസ വാങ്ങിയത് ആരാണ്? ഇത് കൃത്യമായി അറിയണം. രണ്ടാമത് ഈ ഇതിൻ്റെ 4 സ്ട്രീമിലാണ് ഇതിൻ്റെ മോഷണത്തിൻ്റെ കൊള്ള ചെന്ന് നിൽക്കുന്നത്. ഒന്ന്, ഒരു പൊളിറ്റിക്കൽ സ്ട്രീം. അതിൽ BJP-ക്കാരെ ഇപ്പം വലിയ നേതാക്കളെയൊന്നും ഇതുവരെ കണക്ട് ചെയ്ത് വന്നില്ല. ആരെ കൂടെ ഉണ്ണികൃഷ്ണൻ്റെ ഫോട്ടോ ഒന്നും വന്നില്ല. ഉണ്ടെങ്കിൽ ആൾറെഡി വന്നേനെ. AI വഴി പോലും ആരെയും ഫോട്ടോ വന്നില്ല. അപ്പോൾ പിന്നെ അതിനകത്ത് ഇപ്പോൾ കണക്ട് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? സംഘപരിവാറിൻ്റെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ കോൺഗ്രസിൻ്റെ ആരെങ്കിലും ഉണ്ടോ? CPM-ലുള്ളവരെ ഇപ്പോൾ പേരുകൾ വന്നു, കോൺഗ്രസിൻ്റെ പേരുകൾ വന്നു. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്ട്രീം ഇതിനകത്തുണ്ട്, ഒരു ലിങ്കുണ്ട്. രണ്ടാമത് സെലിബ്രിറ്റി സ്ട്രീമുണ്ട്. പിന്നെ ജയറാം മാത്രമല്ല, വീരമണി, അങ്ങനെ പിന്നെ മദ്രാസിലെ സെലിബ്രിറ്റി മോഡിലുള്ള പലരുടെയും സ്ട്രീമുകളിൽ ഇത് ഇനിയും പോകേണ്ടതുണ്ട്. ഇനി ആഴത്തിൽ പോകണം. 3, തന്ത്രി ഇതിനകത്തൊരു കക്ഷിയാണ്, രാജീവ് തന്ത്രി. അപ്പോൾ കണ്ഠരര് തന്ത്രി ഇതിനകത്ത് കക്ഷി ആയതുകൊണ്ട് ആ സ്ട്രീമിലേക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതിൻ്റെ സ്വർണവും മറ്റു കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം അമലേ ഉള്ളത്, തൊണ്ടി ഇതുവരെ കിട്ടിയിട്ടില്ല. സ്വർണം കിട്ടിയതുകൊണ്ട് കഥയില്ല. ഇപ്പം 40 കിലോ സ്വർണം പോയി, പകരം 40 കിലോ സ്വർണം കൊണ്ടുവച്ചു. 430 ഗ്രാം സ്വർണം പോയി, പകരം 460 ഗ്രാം സ്വർണം കൊണ്ടുവച്ചു. ഇത് കഥയില്ല. പോയ സ്വർണം തന്നെ കിട്ടണം. അത് ഉരുക്കി ഉരുപ്പടികളായി അല്ലെങ്കിൽ ആഭരണങ്ങളായി എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കിട്ടണം. അല്ല, ഒറിജിനലായിട്ട് അത് എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അത് കിട്ടണം. അവിടെയാണ് ഞാൻ പറയുന്ന അന്താരാഷ്ട്ര ബന്ധം പറയുന്നത്. ഇത് ഒറിജിനലായിട്ട് വിദേശത്ത് കടത്തിയിട്ടുണ്ടെങ്കിൽ വലിയ വില കിട്ടും. കോടാനുകോടി രൂപ കിട്ടും, 1000 കോടിയൊന്നുമല്ല. അല്ല, അത് പീസാക്കി ഉരുപ്പടിയാക്കി മാലയാക്കി സ്വർണ്ണമാക്കി വളമാക്കി ലോക്കറ്റൊക്കെ ആക്കി ഭയങ്കര പൈസ കിട്ടും. ഇത് വിദേശത്ത് പോയിട്ടുണ്ടോ? അപ്പോൾ ആൻറ്റിക്കിഡ്സ് എന്നുള്ള നിലയിൽ വിദേശത്ത് പോയിട്ടുണ്ടോ? ആഭരണങ്ങൾ എന്നുള്ള നിലയിൽ വിദേശത്ത് പോയിട്ടുണ്ടോ? ഇറ്റലിയിൽ ആൻറ്റിക്കിഡ്സ് നടത്തുന്ന സ്ഥാപനമുണ്ട്. അത് സോണിയാഗാന്ധിയുടെ റിലേറ്റീവാണ്, ക്ലോസ് റിലേറ്റീവാണെന്ന് പറയുന്നു. എനിക്കറിയില്ല, അറിയാത്ത കാര്യം ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ? ഇറ്റലി പോലെ ഈജിപ്തും ഇതൊരു പ്രധാനപ്പെട്ട രാജ്യമാണ്. UAE പ്രധാനപ്പെട്ട രാജ്യം. ദുബായ് കേന്ദ്രീകരിച്ചും ഈ സ്വർണ്ണ ബിസിനസ് എപ്പോഴും ഉള്ളതാണ്. പിന്നെ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നു, അമേരിക്ക പറയുന്നു. അവർ 6-7 രാജ്യങ്ങളിൽ ഇത് ഒന്നുകിൽ അവിടുത്തെ സ്ഥാപനങ്ങളിൽ ഇത് വിറ്റു, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന വ്യക്തികൾക്ക് കൊടുത്തു. രണ്ടായാലും കേരള സർക്കാരിൻ്റെ SIT മാത്രം വിചാരിച്ചുകൊണ്ട് ഇത് തീരില്ല. SITക്ക് 5 സ്റ്റേറ്റിൽ പോയി പരിശോധിക്കുന്നതിന് പോലും പരിമിതിയുണ്ട്. ഇപ്പോൾ CBI ആയിരുന്നെങ്കിൽ ഈ D മണിയെ വേറൊരു തരത്തിൽ കുരുക്കാൻ പറ്റുമായിരുന്നു. പിന്നെ CBIക്ക് എല്ലായിടത്തും വേറെ സംവിധാനമുണ്ട്. ഇവർക്ക് ആ സംവിധാനം ഇല്ല. അവിടുത്തെ ദിണ്ടുഗൽ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടാണ് ആര് പോയത്? നമ്മൾ SIT പോയത്. ദിണ്ടുഗൽ പോലീസ് സ്റ്റേഷനുമായിട്ട് അയാൾ നല്ല കണക്ഷൻ കാണും. ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ളവരെല്ലാവരുമായിട്ട് കണക്ഷൻ കാണും. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് CBI ഏറ്റെടുത്താൽ മറ്റൊരു കുഴപ്പമുള്ളത്, CBI ഇപ്പോൾ പഴയ CBI അല്ല. ഏറ്റെടുക്കുന്ന എല്ലാം അങ്ങനെ വിജയിപ്പിക്കുന്ന CBI ഒന്നുമില്ല. കൂട്ടിലടച്ച തത്തയെന്നുള്ള പരാതിയുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ചെയ്യേണ്ടുന്നൊരു വിഷയം, ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതി ഇപ്പോൾ പോയിട്ടില്ലല്ലോ ആരും, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ SIT ഏൽപ്പിച്ചതുപോലെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നിശ്ചിത മാസം നിശ്ചയിച്ച് കൊടുത്തുകൊണ്ട് CBI അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ നിശ്ചിത മാസത്തിനകത്ത് കണ്ടുപിടിക്കണം. 2, CBIക്ക് ഇത് കൊടുക്കുമ്പോൾ തന്നെ ഇൻ്റർപോളിൻ്റെ റോയുടെയും ബന്ധം സഹായം തീർച്ചയായിട്ടും വേണ്ടി വരും. ഇൻ്റർപോൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് എന്തുകൊണ്ട് സ്വപ്നയുടെ സ്വർണ്ണ കേസ് എവിടെയാണ് ഇടിച്ചു നിന്നത്? അറ്റാഷയിലാണ് ഇടിച്ചു നിന്നത്. ദുബായിലെ UAE അറ്റാഷയിലേക്ക് ചെന്നപ്പോഴാണ് കാര്യങ്ങൾ ഇടിച്ചത്. അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ പോലും പറ്റിയില്ലല്ലോ. നമുക്ക് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് ഇടിക്കോ ഇന്ത്യയിൽ നടത്തിയ ഏതെങ്കിലും ക്രൈം സംവിധാനങ്ങൾക്കോ ക്രിമിനൽ അന്വേഷിക്കുന്ന സംവിധാനങ്ങൾക്കോ അറ്റാഷയെ ഇവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ പറ്റിയില്ല, തെളിവെടുപ്പെടുക്കാൻ പറ്റിയില്ല. കാരണം അത് വേറെ രാജ്യമാണ്. ഇന്ത്യയുമായിട്ട് നല്ല സൗഹൃദത്തിലുള്ള രാജ്യമാണ്. പിന്നെ CPM-നൊക്കെ നല്ല ബന്ധമുള്ളതാണ് ദുബായിലും അവിടെ ഇവിടെയൊക്കെ. അതുകൊണ്ട് അത് കൊണ്ടുവരാൻ പറ്റിയില്ല. അതുപോലെ അതേസമയം ഇൻ്റർപോളൊക്കെ വന്നിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും
കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് ആ രീതിയിൽ പോയില്ല. ചാനലുകളും അല്ലാതെ വിട്ടു, പത്രങ്ങളും മീഡിയ എല്ലാം വിട്ടു. പക്ഷേ ഇവിടെ ഒരു ഇൻ്റർപോളിൻ്റെ സഹായം വേണ്ടി വരും, റോയുടെ സഹായം വേണ്ടി വരും. ആൻറ്റി കിഡ്സിൻ്റെ ലൈനിലാണ് പോയിട്ടുള്ളെങ്കിൽ വസ്തുക്കളൊക്കെ കണ്ടുപിടിക്കുന്ന ആ ടീമിൻ്റെ സഹായം വേണ്ടി വരും. ISRO പോലുള്ള സ്ഥാപനങ്ങളുടെ സഹായം വേണ്ടി വരും. കാര്യം ഇതിൻ്റെ മൂല്യം, പഴമ ഇതൊക്കെ കണ്ടുപിടിക്കാൻ. അങ്ങനെ വളരെ പ്രൊഫഷണലായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള സംഘങ്ങളുടെയും ക്രിമിനൽ കേസുകൾ തെളിയിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം കേസുകൾ തെളിയിക്കുന്ന CBI പോലുള്ള സംവിധാനങ്ങളുടെയും ഇൻ്റർപോളിൻ്റെ സഹായത്തോടു കൂടിയുള്ള കോടതികളുടെ നിരീക്ഷണത്തിൽ ഇത് നോക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയാൽ മാത്രമേ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ.